2016 മോഡല് ഹോണ്ട ഹമീസ് പെട്രോൾ പ്ലസ് CNG ഉള്ള ഒരു വാഹനവുമായിട്ടാണ് ഇന്ന് അലിഗഡ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഓണായിട്ട് ഓഫറിലേക്ക് ചോദിക്കുന്നവർക്ക് കിടിലങ്കാച്ചി ഓഫറാണ് നമ്മൾ നൽകാൻ പോകുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ ഓൺഷിപ്പാണ് നോക്കുന്നതെങ്കിൽ സെക്കൻഡ് ഓൺഷിപ്പാണ് നിൽക്കുന്നത്. മോഡലാണ് നോക്കുന്നതെങ്കിൽ 2016 വരുന്നത്. അതുപോലെ തന്നെ പെട്രോൾ പ്ലസ് CNG ആയതുകൊണ്ട് 25 to 28 കിലോമീറ്റർ ഷുവറായിട്ട് മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനം കൂടിയാണ്. മാത്രമല്ല ഹോണ്ടയിലെ പെട്രോൾ വാഹനങ്ങൾ വളരെ ലോ ആയിട്ടുള്ള മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഡീസൽ വാഹനങ്ങളെ പൊതുവെ ആളുകൾക്ക് ഇഷ്ടമാണെങ്കിലും ഡീസൽ വാഹനങ്ങളോട് ആളുകൾക്ക് ഇതിനോട് ഒരു താല്പര്യക്കുറവെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എൻജിൻ ഓയിൽ ലീക്കാണ്. ആ ഓയിൽ ലീക്ക് വളരെ ചിലവേറിയ ഒന്നായതുകൊണ്ടാണ് പലപ്പോഴും ഇത് പെട്രോളിലേക്ക് മാറുന്നത്. എന്നാൽ പെട്രോൾ മൈലേജ് ഇല്ലാത്ത വിഷയം കൊണ്ടാണ് ആളുകൾ ഇതിനോട് ഇഷ്ടപ്പെടാത്തത്. എന്നാൽ പെട്രോൾ പ്ലസ് CNG ഉള്ള ഒരു വാഹനമാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. 25 to 28 ഷുവറായിട്ട് മൈലേജ് ലഭിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്രയും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള വാഹനം. ബോഡി ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ഹൈ ക്വാളിറ്റി വാഹനം. ഈ ടയർ ബാഗാണ് നോക്കുന്നതെങ്കിൽ 4 ടയറും 80 and above ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ 2016 വരുമ്പോൾ ഹോണ്ട ഹമീസിൻ്റെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇന്ത്യൻ്റെ ഭാഗത്തേക്കാണ് ഒരുപാട് വ്യത്യാസങ്ങളാണ് ഈ വാഹനത്തിൽ നൽകിയിട്ടുള്ളത് കേട്ടോ. അതായത് 2014-15 കമ്പാരിസൺ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ്റെ ഭാഗത്തേക്കാണ് വരുന്നതെങ്കിൽ ഈ ഒരു ഡാഷ്ബോർഡിലേക്ക് വരികയാണെങ്കിൽ AC വെൻ്റ് സെപ്പറേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ക്ലസ്റ്റർ സെപ്പറേറ്റ് ഒരു മോഡൽ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ AC കൺട്രോൾ, AC ക്ലൈമറ്റ് കൺട്രോൾ കാര്യങ്ങളൊക്കെ ഒരു നോബായിരുന്നു 14-15 വണ്ടികൾക്ക് വന്ന്. എന്നാൽ 16 തൊട്ടുള്ള വാഹനങ്ങൾക്ക് ഒരു ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ലൊരു പ്രീമിയം സെറ്റപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ കമ്പനി മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. വെൽ മെയിൻ്റെയിൻ ഉപയോഗിച്ചിട്ട് ഇന്ത്യയിലൊക്കെ പക്കാ നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ്. നല്ല ഹൈ ക്വാളിറ്റി ലെതറിൻ്റെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ റോക്കിൽ വരുന്നെങ്കിൽ സെൻറ്ററിൽ ഒരു ഹാൻഡ് റെസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡർ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് ഫിറ്റിംഗ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ 4 door പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിറർ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും ഇതിൻ്റെ മെയിൻ ഗ്ലാസ്സിൽ ചെറിയൊരു ക്രാക്ക് ഉണ്ട്, നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല. ഇതിനുള്ളൊരു കാരണം എന്താണെന്നറിയോ? നമ്മൾ തുറന്നിട്ട് കാണിച്ചു കേട്ടോ. അതായത് ഈ ഒരു വാഹനത്തിന് മെക്കാനിക്കൽ വർക്ക് എടുക്കുന്ന സമയത്ത് ഇവിടെ ടൂൾസ് വെച്ചിട്ട് അത് എടുക്കാൻ മറന്നുപോയി. ഇത് നേരെ എന്ത് ചെയ്തു, ബോണറ്റ് അടിച്ചു പോയി. അപ്പോൾ അടിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ചെറിയൊരു ക്രാക്ക് വന്നു. ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ചെറിയൊരു ക്രാക്ക് ഉണ്ട്, നമ്മൾ വേണ്ടിയവർക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കും. അതല്ല നിങ്ങൾ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ എമൗണ്ട് കുറച്ചും കൊടുക്കും. ഇനി കിലോമീറ്ററാണ് നോക്കുന്നതെങ്കിൽ 1,36,000 കിലോമീറ്ററാണ് പ്രോപ്പർ ഷോറൂം സർവീസുള്ള വാഹനം കൂടി ആയിട്ടത്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് അലിഗഡ് ആസ്ക് എന്ന പ്രൈസ് മാത്രമല്ല, ഫൈനൽ റേറ്റ് ആണ്, ഫിക്സ്ഡ് പ്രൈസാണ്, ഓണം ഓഫറാണ്. 3,85,000 രൂപക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാനുള്ള അവസരമാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വിളിച്ചോളി, കിട്ടാത്തോളില്ലെങ്കിൽ വാട്സപ്പ് ചെയ്തോളി. ഇനി ഈ ഒരു വാഹനം പറ്റില്ലേ, താഴെ കൊടുത്ത് നമ്മൾ അലിഗഡ് എന്നുള്ള ഈ ഒരു പേജ് ഫോളോ ചെയ്ത് വെച്ചോളി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു വാഹനവുമായി നമ്മളിത് വീണ്ടും വരും.